നമസ്കാരം, ഞാൻ ഡോക്ടർ ദേവി കൃഷ്ണകുമാർ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മളുടെ കുട്ടികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിലമ്മയാണ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ എക്സ്പോഷർ. മൊബൈൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. വിനോദത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ ഇത് ഒരുപാട് സഹായിക്കുമെങ്കിലും സ്ക്രീനിന് അതിൻ്റെതായ ദൂഷ്യഫലങ്ങളുമുണ്ട്. അമിതമായ സ്ക്രീൻ ഉപയോഗം പലപ്പോഴും കുട്ടികളിൽ പല ശാരീരികമായും മാനസികമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. കൊച്ചുകുട്ടികളിൽ, എസ്പെഷ്യലി 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ അമിതമായ എക്സ്പോഷർ ഉണ്ടായാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാം. പലപ്പോഴും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി മുതലായ പ്രശ്നങ്ങളുമായാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കാണാറുള്ളത്. ഇനി മുതിർന്ന കുട്ടികളിലാവട്ടെ സ്ക്രീനിൻ്റെ ഉപയോഗം മൂലം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആവുകയും അമിതവണ്ണം, ഒബിസിറ്റി, പിന്നെ ഉറക്കം, സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് മുതലായ പ്രശ്നങ്ങൾ അവരിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഹെൽത്തി ആയിട്ടുള്ള സ്ക്രീൻ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്ക്രീൻ കൊടുക്കാം, പക്ഷേ അതിന് ഒരു കൺട്രോൾ എന്തായാലും വേണം. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. ഇനിയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ മാക്സിമം 1 hour, അതും ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. അവരുടെ ബ്രെയിനിനെ അധികം സ്റ്റിമുലേറ്റ് ചെയ്യാത്ത, അവർക്ക് എഡ്യൂക്കേഷണലായിട്ടുള്ള കണ്ടന്റ് മാക്സിമം കാണിക്കാൻ ശ്രദ്ധിക്കുക. മുതിർന്ന കുട്ടികളിൽ 2 to 3 hours മാത്രമേ ശരിക്കും സംഘടനകളുടെ റെക്കമെൻഡേഷൻ ഉള്ളൂ. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള സ്ക്രീൻ ഹാബിറ്റ് നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കുക. ഇനിയും സ്ക്രീൻ അവോയ്ഡ് ചെയ്യുമ്പോൾ അക്രമാസക്തമായ ബിഹേവിയർ അല്ലെങ്കിൽ ഭയങ്കരമായ സ്ക്രീൻ ഡിപ്പെൻഡൻസ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻ അഡിക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതിന് തീർച്ചയായും നിങ്ങൾ പ്രൊഫഷണൽ സഹായം തേടണം.